ഇന്നേ രാവിലെ തന്നെ എന്നെ കുടുക്കി വാഷിംഗ് മെഷീന് കംപ്ലൈൻ്റ് ആണ് ഇറങ്ങാണ്ടേ. അപ്പോൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് കംപ്ലൈൻറ്റ് തീർക്കേണ്ട വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോലെ ഓക്കെ. കയറ്റി തരാം, ഞാൻ കയറ്റി തരാം. കോണി കൊടുത്തിട്ട് വേണം. ഇങ്ങനെ എടുക്കുക. വല്ലാതൊന്നും ഇല്ലട്ടാ. എടുക്കാല്ലേ ഇവിടെ അത് എന്താ പറയാ, ഇത്ര ചളിയായി കാണുന്നത് എന്താ പറയാ, നമുക്ക് ലൈൻ വെള്ളല്ലേ. അപ്പോൾ പിന്നെ ആ വെള്ളം വരുന്ന ദിവസമാണല്ലോ അതില് നമ്മൾ തിരുമ്പോ. അപ്പൊ നല്ല കലങ്ങിയ പുഴയിലെ വെള്ളല്ലേ, കലങ്ങിയ വെള്ളമായി കാരണം അതാണ് ഇങ്ങനെ ചളി കുറിക്കണത്. കേട്ടി നിർത്തിക്കാണി ഒക്കെ തെക്ക അങ്ങോട്ട് വന്നാ. പോണ്ട്, ഇപ്പൊ പോണ്ട്. സ്പീഡില്ല കേട്ടാ, ചെറുതായിട്ട് പോണുള്ളൂ. അതെന്തോ കരട് കുടുങ്ങിക്കണടാ. വെള്ളം ഡ്രെയിൻ ചെയ്യുമ്പോഴേ വെള്ളം പോണില്ല. ഈ കേബിള് വലിയാത്തത് കൊണ്ട് ഇതിങ്ങനെ അവിടെ വലിക്കുമ്പോൾ ഇത് മേൽപോട്ട് ഇങ്ങനെ പൊങ്ങിയാലല്ലേ കൂടുതലായിട്ട് വെള്ളം പോകുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് വലിയണില്ല. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്, വെള്ളം പോവാത്തതിൻ്റെ. വെള്ളം ഞാൻ ഒഴിച്ചോളാം, നിക്കേ. ഞാൻ ഒഴിച്ചോളാം. പറ്റിന്റെ കൈമക്ക ചളിവെള്ളം എല്ലാം കൂടി വരൂലേ. ഇപ്പൊ തന്നെ വെള്ളം ഒഴിച്ചാല് അവിടെ നിക്ക്, ഞാൻ ഒഴിച്ചു തരാം. സബൂറാകെ. അപ്പൊ ഇതിന്റെ ഉള്ളില് കൊറേ കച്ചറകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കണേ നമ്മള്. ഇതിന്റെ ഉള്ളിൽ സ്പ്രിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ പൊന്തും. അപ്പൊ ഇതിങ്ങനെ മെല്ലെ എടുക്കുക. ഇത് കണ്ടില്ലേ, കണ്ടോ? വെള്ളം കൊടുത്തേ, താഴത്തുനിന്ന് കൊടുത്തിട്ട് വേണം വെള്ളം. ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. പിന്നെ അതേപോലെ ഇതിന്റെ ഉള്ളില് കൂടുതൽ കച്ചറകളൊന്നും ഇല്ല. ഇതിനുള്ളൊന്നും വല്ല കച്ചറില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വയറിതാ ഇത് കൂടുതലായിട്ട് പൊങ്ങണില്ല. അതാണ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച കംപ്ലൈൻറ്റ്. അതൊക്കെ ഇതിൽ നമ്മളിത് സെറ്റാക്കിയാൽ ശരിയാവും. അപ്പോൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് എന്നിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് വെള്ളം ഒഴിച്ചാ കണ്ടഞ്ഞി വെച്ച് വെള്ളം ഒഴിച്ചാണ് ഞാൻ ഒഴിച്ചാ പിടിച്ചോട്ടാ. അതിന് മേത്തക്കാവണ്ട, കുറച്ച് ചോദിച്ചാൽ മതി കേട്ടോ. എടാ ബക്കറ്റ് അടച്ചാ. അപ്പോൾ വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ റെഡിയാണ്. ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പോവാം കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. കൂടി പോണെങ്കിൽ തോനെ വെള്ളം പാരണം. ഇപ്പച്ചിന്റെ ഒപ്പം പണി പഠിച്ച, റിപ്പയറിങ് പഠിച്ച. അപ്പൊ നീ സ്കൂൾക്കൊന്നും പോണ്ട, ഇങ്ങനത്തെ പണിയൊക്കെ എടുത്തിരിക്കുക. വെള്ളം കൊടുന്ന് അങ്ങനെ ഇതൊരു റബ്ബർ ബുഷ് കേട്ടോ. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാണ്. ഇതിലെടുത്ത് ഇതുണ്ടല്ലേ ചളിക്കട്ടലേ ഓ സൂപ്പറായല്ലോ. സോപ്പൊന്നുമില്ല, ചളി വീവൻ പോന്നാ കണ്ടക്ക. ചളി ഓ പൈപ്പിന്റെ തല പിടിച്ചും കൊണ്ട് വെള്ളം വെന്റ് കാണാൻ.
ഞാൻ കഴുകിയത് തിന്നു. നിങ്ങൾ നന്നാക്കിയാലുള്ള സാധനം ഇല്ലാതാവില്ലല്ലോ. കഴിച്ചെടുത്തുകാണ്ട് അങ്ങനെ നല്ല വൃത്തിയാക്കി കൊണ്ടാ കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ പോകണേ. വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല, ചളി കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഉള്ള ചളി പൊയിലെ ചളിയാട്ടോ, പൈപ്പ് കൂടി വന്നിട്ട് എല്ലാം സ്ട്രോങ്ങിലോണ്ട് വരും. ഇതൊന്ന് ക്ലീൻ ആക്കില്ലേ. ഓൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താണ് നിങ്ങള്, എന്നാലൊന്ന് സമാധാനത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തരട്ടാ ഇപ്പൊ ഇത് കഴുകിയിട്ട്. ഏതായാലും കഴിച്ചതല്ലേ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. അപ്പൊ ഇത് നന്നാക്കിയാ ഉണക്കൊണ്ടും ശരിയാവോ? രണ്ടിനും ഒരേ ഭാഗത്തു കൂടി വെള്ളം പോണ്ട്. നമുക്ക് നോക്കാന്നേ ശരിയാവുന്നില്ല. കംപ്ലൈന്റ് എന്താന്ന് നമുക്ക് പിടി കിട്ടി. ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ ഫ്രീസ് കൊണ്ടേ കൊടുക്ക തുണി പുറത്തായാലും വന്ന്. നമുക്ക് അത് പറ്റൂല അല്ലേ. ആ വെയിലത്ത് നിൽക്കണ മാറിക്കേ. ഇതിന് വല്ലാതെ ഒന്നും ചളിയില്ല കേട്ടാ, കട്ട പിടിച്ചിക്കണമൊന്നുമില്ല. അത് വെള്ളം പോവാത്ത അത് ആ കേബിള് വലിയാത്തൊരു പ്രശ്നം കൊണ്ടായിരുന്നു. വെച്ച് നോക്കിയിട്ട് അറിയട്ടാ അച്ഛ പോയാ അതാ ഞാൻ കടയിൽ കൊണ്ടുപോയിടേണ്ടി വരുമെന്നൊക്കെ അറിയാം. നോക്കാം നമ്മളെ. റെഡി ആയാലോ 500,000 ലാഭമായി. റെഡി ആയാല് കടക്കാരന് കൊടുക്കുന്നത് മാത്രമല്ല, വണ്ടിക്കൂലി ലാഭമാണ്. വേറെ വണ്ടി വിളിച്ച് ഒരു കൊട്ട വണ്ടി വിളിച്ച് പോകണ്ടേ ഇതൊക്കെ. അങ്ങനെ ഇതെങ്ങനെയുണ്ട്, സൂപ്പറായില്ലേ. ഇതിൻ്റെ ഉള്ളും കൂടി ഒന്ന് നോക്കട്ടോ. അപ്പച്ചി വെള്ളം ഒഴിക്കണ്ട്. ഇത് ഫിറ്റ് ചെയ്യാൻ പോകട്ടാ. വേറെ ഒഴിച്ചു തരാം. റെഡി ആയിക്കണ നോക്കട്ടെ. വാവ് സൂപ്പർ. ഇനി കയറാൻ പറ്റൂല, അപ്പൊ വൃത്തിയാക്കിയതാണ്. ഞാൻ ഇതിൽ കയറിക്കാൻ പറ്റൂല. ഇതാ നമ്മൾ ഒരു സ്ക്രൂ ഉണ്ട്, സ്ക്രൂ ചെയ്യാം. അതിലിട്ടിട്ട് സ്ക്രൂ ചെയ്യാം. ഇതിന് പപ്പയ്ക്ക് എന്താ ചെയ്യണം കൂലി? നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. എന്താ അടിപൊളിയില്ലേ. അപ്പൊ അത് ഓക്കെ. ഇനി അപ്പുറത്ത് അടുത്ത പണി. വെള്ളപ്പച്ചി ഇത് സ്ക്രൂ ഇട്ടിട്ട് വെള്ളം ആയിക്ക് വെക്കും. അപ്പൊ കാണട്ടാ. അപ്പോൾ ഇവിടുത്തെ കംപ്ലൈൻ്റ് ചെയ്യുന്നത് ഇതെന്താ വെച്ചാൽ ഇതിൽ ചളിയുണ്ട്. പക്ഷേ ഈ കേബിൾ ഇതാ, ഈ കേബിൾ അവിടെ തിരിക്കുമ്പോൾ അത് പ്രസ് ചെയ്യുന്നു. ഞാൻ പൊങ്ങണില്ല. അതാ ഇന്ന് പൊങ്ങണ കാര്യം പറയുമ്പോഴാണ് ഇപ്പൊ ഭയങ്കര രസമുണ്ട്. അപ്പൊ ഫിറ്റ് ചെയ്യാൻ പോകട്ടാ. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. ഇനി നമ്മളെന്ത് ചെയ്യാറോ. അപ്പോൾ ഇതാ ഇത് ഈ ഹോൾസ് ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെയുള്ള ഹോൾസിൽ ഇത് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വെള്ളം പൂണ്ടാന്ന് നോക്ക്, കാണിച്ചു തരട്ടോ. അപ്പം നമ്മൾ ആദ്യം രണ്ടാമത്തേൽ ഇട്ട് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നോക്കാം ശരിയാവോ എന്നുള്ളത്. ഇട്ടാ പിന്നല്ല ശരിയാവായി. ഇട്ട് കഴിഞ്ഞപ്പല്ല പ്രശ്നം ഉണ്ടാകാലിട്ടാ. പ്രശ്നം തീർത്തന്നാ മതി. ഞാൻ കൊറേ ദിവസമായി ഇങ്ങോട്ട് ഇത് പറയണം വിചാരിച്ചിട്ട്. ഞാൻ ഈ വല്ലാതെ തിരുമ്പലില്ലല്ലോ. വേനലൊക്കെ വരുമ്പോഴൊക്കെ ഒന്ന് പുതപ്പ് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് കറക്കും. ഇതിലൊക്കെ തിരുമ്പണമെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ട. നമുക്ക് മോട്ടറും പൈപ്പും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇതിലൊന്നും വല്ലാതെ തിരുമ്പലില്ല. വെള്ളം വരുന്ന ദിവസം അപ്പോൾ കുറേ ബെഡ്ഷീറ്റുകളൊക്കെ കൂട്ടി വെച്ച് കണ്ട് അങ്ങനെയൊക്കെ പറ്റും. ഇപ്പോൾ ഏകദേശം ഫിറ്റ് ചെയ്തേക്കണു. ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കട്ടെ. ഓക്കേ, ഇനി ഒന്ന് വെള്ളം ഒഴിച്ചോ. അടിയ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്താട്ടെ. പോണേ ഒഴിവാക്കാൻ നറക്കാനല്ലോ പറഞ്ഞേ. വെള്ളം ഒഴിച്ചൂടെ? ഞാനാ
അവിടെ നിൽക്കണ്ടോന്ന് നോക്കണ്ടേ. അല്ലെങ്കിൽ നാളെ പറയാ ഇതിൽ തിരുമ്പാൻ വെള്ളം കാണാനില്ല. ആദ്യം അതിൽ വെള്ളം നിൽക്കണ്ടെന്ന് അറിയണ്ടേ, എന്നിട്ടല്ലേ പൂണ്ടോക്കല്. പോകാക്കെ ഇനി വേണം. അതിൽ വെള്ളം നിന്നില്ലെങ്കിലേ നാളെ അലക്കുമ്പോൾ പറയും ഇതിൽ വെള്ളം കാണാനില്ലല്ലോ പറയും. എന്നിട്ടാണ് അത് ഒഴിവാക്കണ്ട് കാണിച്ചു കൊടുക്കാനേ. ഇപ്പം ഏകദേശം അതിൻ്റെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ലീക്ക് ആവുണ്ടാന്ന് നോക്കട്ടെ കേട്ടോ. ആയിട്ടില്ല. കാണില്ലേ? ഇപ്പോൾ ഫുള്ളായിട്ട് ഉണ്ട്. ഞങ്ങൾ വെള്ളം ഒഴിവാക്കി വെക്കട്ടെ. വരണ്ടാ തിരിച്ചോ നോക്കട്ടെ. വെള്ളം പോണ്ടോക്ക. ഓ അതാ റിസു ഇവിടെ വെള്ളം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കണേ. ഇതാ വെള്ളം വരുന്നു. അവിടെ നിലത്ത് വെച്ചോളാ. തേങ്ങിയില്ലേ? കുടിച്ചോട്ടെ. വെള്ളമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാനേ ഇപ്പൊ ഇത് കേടൊന്നും ഒഴിവാക്കണ്ടേന്ന് കാര്യം. നമുക്ക് പഴയത് കിട്ടിയതല്ലേ, അപ്പൊ അത്ര ഉള്ളൂ. ഇതൊക്കെ പഠിച്ചാലേ. അപ്പൊ നിങ്ങളെല്ലാവരും ഒരു കൺഗ്രാജുലേഷൻസ് കൊടുക്കി. സൂപ്പർ ആയിട്ടുണ്ട്. ഇതാരാ അറിയോ? എന്റെ ഒരാങ്ങളെ കേട്ടാ. എന്താ റിസോ കയ്യില്? ഒന്ന് ചുരുമോൾക്കിട്ടാ. ഞാൻ ഇപ്പൊ വെറുതെ വന്നാ ഒന്ന് പോയിട്ടില്ല. ഒരു ഹായ് കൊടുത്തോളുന്നാലേ. ഒരു ഹായ് കൊടുക്കടാ നമ്മളെ കൂട്ടുകാർക്ക്. ഫോണൊന്ന് മാറ്റിക്കൂടെ എനിക്ക് നോക്കാൻ തന്നെ. ഫോമായി തരാറുള്ളത് മോൻ വരുമ്പോ പറയട്ടാ ഫോണിന്റെ അവസ്ഥ കാണുമ്പോഴേ നമുക്കത് മാറ്റിക്കൂടെ. ഗൾഫിലായെന്ന് കിട്ടിയിട്ടില്ല, അഞ്ഞിപ്പോ കിട്ടാൻ കണക്ക് തന്നെ. കഴിഞ്ഞ കുറച്ച് സമയമൊക്കെ ആയി. അപ്പോ അത് ഓക്കെ ആയി. ആ തുണി ഒരു കഷ്ണം കാട്ടിക്കാൻ എനിക്ക് സിനോടാ. സിനുവിനാട്ടാ ഇപ്പൊ തന്നെ ചോദിച്ചു. ഇതിന് കൊടുക്കണോ? സിനുക്കാണ് എന്റെ കുട്ടി. ഞാൻ റിജുവിന് കൊടുന്നാണ്. പച്ച പാവാണ് ഇവിടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.